ജയചന്ദ്രൻ ഈ പറയുന്നത് പോലെ എല്ലാം മാധ്യമങ്ങൾക്ക് മേളിൽ വെച്ചിട്ട് വളരെ നൈസായിട്ട് റജി ഒഴിഞ്ഞു മാറുകയാണ്. റജി ഇപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. ഇന്ന് അദ്ദേഹത്തിൻ്റെ KPCCയുടെ അധ്യക്ഷനും അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മാധ്യമങ്ങളല്ലല്ലോ ചെയ്യുന്നത് പിന്നെ രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും ഒക്കെ അനുയായികളല്ലേ? അതെ, പിന്നെ ഷമേ, ഇപ്പോ റജി ചർച്ച സീരിയസ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഞാൻ അതിനോട് യോജിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് പറയാം. റജി, താങ്കൾ എന്നെ കോട്ട് ചെയ്ത് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഈ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഇപ്പൊ ഉത്ഭവിക്കുന്നത്? ഇപ്പൊ KC വേണുഗോപാല്, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഈ 3 പേരെ മാത്രം എടുത്ത് അവരാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പദ മോഹികൾ എന്നുള്ള നിലയിൽ കേരള പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിച്ചിരിക്കുന്ന ഈ 3 പേരാണ്. ഇപ്പൊ കോൺഗ്രസ് ജയിച്ച് UDF അധികാരത്തിൽ വന്നാലും, കോൺഗ്രസ് തോറ്റ് UDF അധികാരത്തിൽ നിന്ന് എത്താതെ പ്രതിപക്ഷത്ത് വന്നാലും ശരി, VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ KC വേണുഗോപാലിന് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഇല്ല. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിൽ കരുത്തനാണ്. തന്നെയുമല്ല, രണ്ടാമത്തെ കാര്യം, അദ്ദേഹം കേരളത്തിൽ മത്സരിച്ചിട്ടുമില്ല അസംബ്ലി ഇലക്ഷനിൽ. അതേസമയം മറ്റു 2 പേരുടെ സ്ഥിതി അതല്ല. അവര് മത്സരിച്ചു. ഒരാൾ പ്രതിപക്ഷ നേതാവും ഒരാൾ മുൻ പ്രതിപക്ഷ നേതാവുമാണ്. ഇപ്പോ ലഭിക്കാൻ ഇടയുണ്ട് എന്ന് അവരവർ കരുതുന്ന അവസരം മറ്റൊരു ഘട്ടത്തിൽ കോൺഗ്രസ് ജയിച്ചാലും തോറ്റാലും തങ്ങൾ അത് നേടിയെടുക്കാൻ വ്യഗ്രതയോടെ മുന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ തങ്ങളിൽ നിന്ന് ആ അധികാരത്തിന്റെ ആ സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കപ്പെടും എന്ന് കരുതുന്നവരാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും. KC വേണുഗോപാൽ അത് വേണ്ടാത്തത് അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ഏത് സമയത്തും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന അധികാര കേന്ദ്രമായി അദ്ദേഹം ഡൽഹി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്ക് വരുന്നില്ല. ഇതാണ് കാണുന്നത്. ഇതിനെ അഡ്രസ് ചെയ്യാതെ കോൺഗ്രസ്സുകാർ പോയിട്ട് കാര്യമുണ്ടോ? അതിന് KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ പരിചാരിച്ചിട്ട് എന്ത് കാര്യം? അത് ഒരു കാര്യമില്ല റജി. കാതലായ പ്രശ്നം അവിടെയാണ്. ഇപ്പോ കോൺഗ്രസ് ജയിച്ചാലും തോറ്റാലും, UDF ജയിച്ചാലും തോറ്റാലും തങ്ങളുടെ കാര്യം കട്ടപ്പുകയാവരുത് എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് ഈ 2 നേതാക്കൾ എന്നുള്ളത് അവർ അനുനിമിഷം തെളിയിക്കുകയാണ്. പല രൂപത്തിൽ, പല ഈ വേഷത്തിൽ, പലർ വഴി അതാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുമ്പോൾ തന്നെ, എന്നാൽ താനൊട്ടും മോശക്കാരനല്ല കേട്ടോ, ഈ നിലക്കൊന്നും വരുന്നില്ലെങ്കിലും ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുക, അത് നിയമസഭാ പ്രസംഗമാണ്, പാർലമെന്റിലെ പ്രസംഗമാണ്, അത് കമ്പയർ ചെയ്ത് പ്രസിദ്ധീകരിക്കുകയാണ്. അതിരിക്കട്ടെ. പിന്നെ ഷമീജ് സൂചിപ്പിച്ചതുപോലെ കപ്പയും മീൻകറിയും കഴിക്കുന്നതിന്റെ പടം എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക, അത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങളാരും എന്നെ മറന്നിട്ടുണ്ടാവും ഞാൻ കരുതുന്നില്ല എന്ന് മാത്രം അദ്ദേഹം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അധികാരത്തിന്റെ ഒരു ഭാഗത്ത് ഡൽഹിയിൽ അദ്ദേഹം ഉണ്ടല്ലോ, AICCയിൽ. പക്ഷെ മറ്റവർക്ക് സ്ഥിതി അതല്ല. അതാണ് കേരളം കാണുന്നത്. അതിനാണ് കേരളത്തിലെ നിങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ എന്ന് എപ്പോഴും ആവർത്തിച്ച് പറയും. ഇപ്പൊ തന്നെ റജി 4 or 5 തവണ പറഞ്ഞു കഴിഞ്ഞു. ആ ജനാധിപത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയണം, പ്രിയപ്പെട്ട നേതാക്കൾ, ഇത് ജനാധിപത്യമല്ല, ഇത് ജനാധിപത്യത്തിന്റെ കഴുത്ത് പിന്നെ മാറ്റിയിടുന്ന പ്രക്രിയയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറയാനെങ്കിലും കഴിയണ്ട റജി. അവിടെയാണ് പ്രശ്നമുള്ളത്. ഞാനത് ആ ഒരു നിലവാരത്തിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് വരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അത് ഞാനല്ല ചോദിക്കുന്നത് കേട്ടോ, മാധ്യമങ്ങളല്ല ചോദിക്കുന്നത്. പൊതുവിൽ ആ ചോദ്യം ഉയരുന്നത് കേരളത്തിലെ കോൺഗ്രസ് പിന്നെ വിവിധ മാധ്യമങ്ങൾ UDFനെയും കോൺഗ്രസിനെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ ഒരു നിരയുണ്ട്, അവരും അത് ചെയ്യുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും വരുന്ന ഒരു ചോദ്യം, അതായത് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ കേരളത്തിലെ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഉണ്ടായിരുന്നത് VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. ഇതിപ്പോൾ ഈ മീൻ കിട്ടും എന്ന അവസരത്തിൽ ഓടി വന്ന് അത് തപ്പിക്കൊണ്ട് പോകാൻ വരുന്ന ഒരാളായി
കെ സി വേണുഗോപാലിനെ ചിത്രീകരിക്കുന്നത് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കെ സി വേണുഗോപാലിന് കേരളത്തിൻ്റെ ഒരു സ്ഥാനം ക്ലെയിം ചെയ്യുന്നതിൽ തെറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം കേരളത്തിലെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാവായി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അതാണ് അതിലെ രസകരം. യൂത്ത് കോൺഗ്രസിലോ KSUവിലോ പ്രവർത്തിക്കാതെ സ്ഥാനങ്ങളിലേക്ക് വന്നവർ മാറി നിൽക്കണം എന്നൊരാവശ്യം കൂടിയുണ്ട് ജയചന്ദ്രൻ. അത് VD സതീശനെ ലക്ഷ്യമിട്ടാണ്. അതെ, അതാണല്ലോ പിന്നെ അജയ് തറയിൽ പ്രക്ഷേപണം ചെയ്ത പ്രസംഗത്തിന്റെ ഉള്ളടക്കം അതാണല്ലോ പറയുന്നത്. അതങ്ങനെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ ഷമി. പക്ഷെ പ്രശ്നം ഇതാണ്, ഇത് അനുദിനം ഇങ്ങനെ ഈ പ്രസ്താവനകൾ വന്ന് കുമിഞ്ഞു കൂടുന്നതോട് സംഭവിക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന ഒരു ദുർഗന്ധമുണ്ട്. ഇപ്പൊ തന്നെ ഈ 2-3 ദിവസത്തെ വിടുപ്പരക്കൽ അല്ലെങ്കിൽ തങ്ങളുടെ നടപടികൾ മൂലമുണ്ടാകുന്ന ദുർഗന്ധം അങ്ങനെ കൂടിയതുകൊണ്ടാണ് ഇന്നലെയും ഇന്നും 2 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് KPCC പ്രസിഡന്റ് ഈ പ്രശ്നത്തിൽ പരസ്യമായി ഇടപെട്ട് നിലപാട് പറയേണ്ടി വരുന്നത്. 2 ദിവസം നിലപാട് പറഞ്ഞിട്ട് പിന്നെയും അടങ്ങുന്നില്ല, ഇത് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ ദുർഗന്ധവും അധികരിക്കുകയാണെന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ കോൺഗ്രസ്സുകാര് പല്ലിട കുത്തി മണപ്പിക്കുന്ന ആരെയാണ്? സ്വയമാണ്. എന്നിട്ട് പിന്നെ ഇനി ഒറ്റ കാര്യം കൂടെ ഉള്ളൂ പറയാൻ. ദേ നാറെന്ന് വിളിച്ചു പറയാനുള്ള ഒരു കേവലമായ ഒരു ഷോർട്ട് പീരീഡ് മാത്രമേ ഉള്ളൂ. അതുകൂടെ ഉള്ളൂ ഇനി സംഭവിക്കാൻ. ആ നിലയിലേക്ക് തരം താഴുന്നു എന്നുള്ളത് ആ പാർട്ടി തന്നെ തിരിച്ചറിയേണ്ടതാണ്. തീർച്ചയായിട്ടും ശ്രീ ജയചന്ദ്രൻ, നന്ദി പ്രതികരിച്ചതിന്.